ഹലോ കൂട്ടുകാരെ, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്നും ഓർക്കിഡിൻ്റെ കെയറിങ് ഒക്കെ ആയിട്ടാണ്. ഓർക്കിഡിന് നമുക്ക് വേവി പ്ലാന്റ് എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. ഒരുപാട് പേർക്ക് വേവി പ്ലാന്റ് കിട്ടിയാൽ പോലും അത് കട്ട് ചെയ്ത് വെക്കുമ്പോഴേക്കും ഉണങ്ങി ചുരുങ്ങിപ്പോണം. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന രീതി മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കുറച്ച് ദിവസം മുമ്പാണ്. അതൊന്നും ആർക്കും കയറി കാണാനൊന്നും വയ്യ. പുതിയ സബ്സ്ക്രൈബറൊക്കെ ആണെന്ന് തോന്നുന്നു. അവരൊക്കെയാണ് ഡൗട്ട് ചോദിക്കുന്നത്. അവരുടെയൊക്കെ തൈകൾ ഉണങ്ങിപ്പോകുന്നുണ്ട്. നല്ല റൂട്ട്. നമുക്കിവിടെ നല്ല കാറ്റാണ്. കാറ്റത്ത് നല്ല ഭംഗിയായിട്ട് തുള്ളിച്ചാടുന്നുണ്ട്. നമ്മളെ ഫ്ലവറൊക്കെ നല്ല ഭംഗിയിലേ കാണാൻ. ഫ്ലവർ കഴിഞ്ഞിട്ടുള്ള തണ്ട് നമ്മൾ ഒരിക്കലും കട്ട് ചെയ്ത് കളയാതെ നിർത്തിയിരുന്നാൽ നമുക്ക് കുറേ പേർക്കൊക്കെ അറിയാമെന്നുള്ളതാണ്. കുറച്ച് പേർക്കൊക്കെ ഡൗട്ടുണ്ട്, പുതിയ ആൾക്കാർക്കൊക്കെ ഡൗട്ടാണേ. ഇപ്പോൾ ഫ്ലവർ നമ്മൾ ഡെൻഡ്രോഫിയം പോലെ ഫെലനോസോറത്തിൻ്റെ തണ്ട് ഒരിക്കലും ഫ്ലവർ വന്ന് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയാൻ പാടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ചിലപ്പോൾ പറഞ്ഞത് ഫ്ലവർ ആയിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ വേവി പ്ലാന്റ് ആയിരിക്കും. ഇതിൻ്റെ പ്ലാന്റ് തണ്ടിൽ നിന്ന് തന്നെ വരും. അപ്പോൾ നമ്മളത് അതിൻ്റെ നന്നായിട്ട് റൂട്ട് വന്നതിന് ശേഷം നമുക്ക് ചെടി നല്ല ഹെൽത്തി ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി പിടിപ്പിക്കാം. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കാണാൻ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക്, ഫ്ലവർ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ. മുമ്പ് നമ്മളിതുപോലെ കുപ്പിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നല്ല റൂട്ട് വന്ന് ഞെട്ടം വരെയും നല്ലതായിട്ട് റൂട്ട് വന്ന് നമ്മൾ 2 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ അടിയിൽ ഇങ്ങനെ വെള്ളം വെച്ചേക്കുന്നത് കൊണ്ട് നല്ല ഫ്രഷായിട്ടിരിക്കും. ഇതും അതുപോലെയാണ്. നമ്മൾ കട്ട് ചെയ്ത തൈ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇതിനകത്ത് റൂട്ട് വന്നിട്ട് നല്ല ഫ്രഷായിട്ടിരിക്കും പ്ലാന്റ്. പെട്ടെന്ന് നല്ല റൂട്ട് വരികയും ചെയ്യും ഇങ്ങനെ ചെയ്താൽ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു തൈ, ഒരു മദർ പ്ലാന്റിൽ നിന്ന് ഒരു വേവി പ്ലാന്റ് നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിന് ഇത് കണ്ടാൽ അറിയാം, ചുരുങ്ങിയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അത്രയ്ക്കങ്ങ് വെള്ളം കിട്ടാത്തൊരിത്. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫ്രഷായിട്ട് പെട്ടെന്ന് നന്നായിട്ടിരിക്കും. അപ്പോൾ ഇതുപോലത്തെ കുപ്പി രണ്ടായിട്ട് ഒരു കുപ്പീനെ മുറിച്ചിട്ട് ഈ ഒരു കുപ്പി ഇങ്ങനെ തിരിച്ചിട്ട് അടിഭാഗത്തുള്ള കുപ്പിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചേക്കുന്നത്. ഫുള്ളായിട്ട് എടുക്കണ്ട, അര വെള്ളം എടുത്താൽ മതി. ഇതിൽ മുങ്ങി നിൽക്കേണ്ട, മുങ്ങി നിന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കതിലിട്ട് കൊടുക്കേണ്ടത് കുറച്ച് കരിയുടെ പീസാണ്. ചകിരി തൊണ്ടിൻ്റെ പീസ്. ഇത് വലുതായിട്ട് നുറുക്കിയതായാലും കുഴപ്പമില്ല, ഇങ്ങനത്തെ ചെറുതായാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ഇറക്കി കൊടുക്കണം. ഇറക്കി വെച്ചിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ പുറത്ത് കുറച്ച് കരി കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നനച്ച് കൊടുക്കുമ്പോൾ ഈ നനവും ഇതിൽ കിട്ടും. നമ്മൾ താഴെ വെള്ളം വെച്ചിട്ടുള്ളത് കാരണം അതിൻ്റെ തണുപ്പും കൂടെ കിട്ടിയിട്ട് ഈ റൂട്ടെല്ലാം നല്ലതായിട്ട് പെട്ടെന്ന് ഇത് വളർന്ന് വരികയും ചെയ്യും. ലീഫൊക്കെ നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മളിങ്ങനെ ആക്കി വെച്ചിട്ട് കുറച്ച് നാളായി. ഇതെല്ലാം മാറ്റി കൊടുക്കാനുള്ളതായി. നമുക്കിനി പുതിയ പോട്ടി മിക്സൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സാധാ പോലെ പോട്ടിങ് ചെയ്തിട്ട് നമുക്ക് ഹാങ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ എല്ലാ ഓർക്കിഡിനും വളം ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിതിന് വളങ്ങളെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കണമെല്ലാം. അപ്പോൾ നല്ല ഫ്രഷായിട്ട് നന്നായിട്ട് വരും. അപ്പോൾ ഓർക്കിഡ് ഇഷ്ടമുള്ളവരെല്ലാം ഇതുപോലെയൊക്കെ ചെയ്യണം. ഒരു കുഞ്ഞു തൈ കിട്ടിയാലും നഷ്ടപ്പെടുത്തി കളയാതെ നമ്മൾ വെറും തൊണ്ടിൻ്റെ പീസിലൊക്കെ കെട്ടി വയ്ക്കുമ്പോൾ ചുരുങ്ങി പെട്ടെന്നൊന്നും വളർന്നു വരാതിരിക്കും. ചില സമയത്ത് ഇതങ്ങ് ഉണങ്ങി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ
ഇങ്ങനെ ചെയ്താൽ ഒരു ചെടിയും നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. അതുപോലെ പെട്ടെന്ന് നമുക്ക് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം. ഓക്കേ.